പ്രിയമുള്ള കൂട്ടുകാരെ, ഇന്നത്തെ ഡെയിലി ഇൻസൈറ്റിൽ ബുക്ക് റിവ്യൂവുമായി ഖദീജ. ലളിതാംബിക അന്തർജനത്തിൻ്റെ മാണിക്യൻ എന്ന കഥ. പ്രിയരെ, മനുഷ്യൻ്റെയും മൃഗങ്ങളുടെയും ബന്ധത്തെ അഭേദ്യമായ രീതിയിൽ വരച്ച് കാണിക്കുവാൻ കഥാകൃത്ത് വേണ്ടുവോളം ശ്രദ്ധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തമ്പ്രാൻ്റെ ധാർഷ്ട്യവും പുലയനായ വേലക്കാരൻ്റെ മാനസിക സംഘർഷവും ഒട്ടും ചോർന്നു പോവാത്ത രീതിയിലും കഥയിൽ ഉടനീളം നമുക്ക് കാണാനായി കഴിയും. കറുപ്പൻ എന്ന കഥാപാത്രം തൻ്റെ ആഗ്രഹപ്രകാരം ഒരു കാളയെ തൻ്റെ കുടിലിലേക്ക് കൊണ്ടുവരുന്നു. തമ്പ്രാൻ്റെ ഉടമസ്ഥയിലുള്ളതാണത്. കറുപ്പൻ്റെ മക്കളായ നീലിയും അഴകനും ഒരുപാട് സന്തോഷിക്കുന്നു. അവർ അതിനെ ഓമനയായി നോക്കുന്നു. അതോടൊപ്പം അവന് വയറ് നിറയെ ഭക്ഷണം കൊടുക്കുകയും ചെയ്യുന്നു. ഏതായാലും മാസങ്ങൾ കഴിഞ്ഞു. കാളക്കുട്ടൻ, അതായത് നമ്മുടെ മാണിക്യൻ, വളർന്ന് വലുതായി അഴകൊത്ത ഒരു കാളയായിരിക്കുന്നു. വയലിലേക്ക് ഉഴുതു മറിക്കുവാൻ അവനെ ഇറക്കുവാൻ സമയമായി. അഴകൻ വളരെ സന്തോഷത്തോടു കൂടെ അവനൊന്നിച്ച് വയലിലേക്ക് യാത്രയാകുകയാണ്. ദിവസങ്ങൾ കഴിഞ്ഞു. നമ്മുടെ മാണിക്യൻ്റെ പ്രശസ്തി വാനോളം ഉയർന്നു. അതോടൊപ്പം കൃഷിയും. അത് കണ്ട തമ്പ്രാന് വളരെ സന്തോഷമായി. എങ്കിലും കഥയിൽ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അഴകൻ്റെ കൂട്ടുകാരനായ ചോതി ഒരു ദിവസം വന്ന് അവനോട് ചോദിക്കുന്നു, എടാ അഴക, നിൻ്റെ കാളയെക്കൊണ്ട് ഞാനൊന്ന് ജോലി ചെയ്യിപ്പിച്ചോട്ടെ. അഴകന് മറ്റൊന്നും പറഞ്ഞില്ല. അവൻ സമ്മതിക്കുന്നു. ജോലി തുടങ്ങി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആ ഗ്രാമീണ കർഷകർക്കുള്ള സ്വഭാവമാണ് വെറുതെ അവനവൻ്റെ ഉടമസ്ഥയിലുള്ളതോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്നതോ ആയ മൃഗത്തെ ഒന്നടിക്കുക. അതുമാത്രമാണ് ചോദ്യ ചെയ്തത്. പിന്നെ സംഭവിച്ചതൊന്നും പറയാതിരിക്കുകയാണ് നല്ലത്. ജനങ്ങളെല്ലാം ഒറ്റ സ്വരത്തിൽ പറഞ്ഞു, അയ്യോ. ചോദ്യ ഓടി, കാള പിറകെയും. അന്ന് അഴകൻ അവൻ്റെ പിറകെ ഓടിയെത്തി ആദ്യമായും അവസാനമായും ഒന്നടിച്ചു. കാളയുടെ ശരീരത്തിൽ നിന്നും വല്ലാതെ രക്തമൊഴുകാൻ തുടങ്ങി. അത് കണ്ടു നിൽക്കാൻ അഴകനായില്ല. അഴകൻ വല്ലാതെ വേദനിച്ചു. ഇതറിഞ്ഞ തമ്പ്രാൻ അരിശം കൊണ്ട് വിറച്ചു. ഈ ദുഷ്ടനായ പുലയനെ എൻ്റെ മുന്നിൽ കൊണ്ടുവരൂ. എൻ്റെ കാളയെ അടിച്ചു. അത്രയും നാൾ നോക്കി വളർത്തിയ കാളയ്ക്ക് ഒരു വിലയും അഴകന് നൽകാൻ ആ തമ്പ്രാൻ തയ്യാറായില്ല. അങ്ങനെ ആളുകളെ നിർബന്ധിച്ച് വിളിപ്പിച്ച് കാളയെ തിരിച്ചു കൊണ്ടുപോയി. അത് കണ്ടു നിൽക്കാൻ നമ്മുടെ അഴകനായില്ലെങ്കിലും ആ കാഴ്ച വായനക്കാരുടെ മനസ്സിൽ വല്ലാതെ വേദന ഉളവാക്കുന്നതായിരുന്നു. ഏതായാലും വർഷങ്ങൾ കഴിഞ്ഞു. ഗ്രാമം നഗരങ്ങളായി മാറി. നഗരത്തിൽ വീണ്ടും വീണ്ടും പുരോഗതികളുണ്ടായി. പക്ഷേ ഈ പുലയൻ്റെ ജീവിതത്തിൽ എന്തു മാറ്റമാണ് ഉണ്ടാകുന്നത്? ദാരിദ്ര്യമല്ലാതെ. ഏതായാലും അഴകൻ ഉറച്ചു തീരുമാനിച്ചു, എന്തു വന്നാലും ശരി, ഞാൻ ആ മാണിക്യനെ പോലെ ഒരു മാണിക്യനെ സ്വന്തമാക്കും. വിവാഹം കഴിഞ്ഞ നാളെല്ലാം അഴകൻ കുറുമ്പയോട് പറഞ്ഞിരുന്ന കഥയും അതുതന്നെയായിരുന്നു. വർഷങ്ങൾക്കിടയിൽ അഴകന് 3 മക്കൾ ജനിച്ചു. 5 വയറു നിറയ്ക്കാനുള്ള ഭക്ഷണം, കുറുമ്പയോട് ഒന്നിച്ച് ജീവിക്കാനുള്ള അവസരം അവനെ ഇല്ലാതെയാക്കി. ദൂരസ്ഥലങ്ങളിൽ പോയി ജോലി ചെയ്തു. ഒരു ദിവസം വീട്ടിലേക്ക് തിരക്കിട്ട് വരുന്ന സമയത്താണ് ഒരു കാളവണ്ടി മറിഞ്ഞു കിടക്കുന്നത് കാണുന്നത്. അതിനിടയിൽപ്പെട്ട് ഒരാൾ പിടയുന്നുണ്ട്. ഓടിച്ചെന്നു. ഒന്നും നോക്കിയില്ല. അദ്ദേഹത്തെ വലിച്ചെടുത്തു. ഒന്നുകൂടെ സൂക്ഷിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത്, താൻ എന്നോ വിറ്റിരുന്ന അതായത് വിറ്റതല്ല, തന്നിൽ നിന്നും പറിച്ചു മാറ്റപ്പെട്ട ആ മാണിക്യനല്ലേ ഇത്. അതായത് അഴകൻ ആ മനുഷ്യനോട് ചോദിച്ചു, ഈ കാളയെ എനിക്ക് തരുമോ? ആ മനുഷ്യൻ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, ഇനി അവനെക്കൊണ്ട് എന്താവാനാ, ഇറച്ചിക്ക് വിൽക്കുകയല്ലാതെ. പക്ഷേ അത് സഹിക്കാൻ അഴകനായില്ല. അഴകൻ പറഞ്ഞു, നിങ്ങൾ ഇറച്ചിക്കായി കൊടുക്കുന്ന എത്ര കാശാണെങ്കിലും ഞാൻ തരാമെന്ന്. പക്ഷേ 5 രൂപ പോലും തികച്ചെടുക്കാനില്ലാത്ത അഴകൻ ഉള്ള കാശ് അദ്ദേഹത്തിന് നൽകി ആ കാളയെ സ്വന്തമാക്കി. വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ നിറവയറുമായി നിൽക്കുന്ന കുറുമ്പയും മിഠായിക്കും പുതുവസ്ത്രങ്ങൾക്കുമായി കൈനീട്ടുന്ന കുഞ്ഞുമക്കളും. അവരെയും വർഷങ്ങൾക്ക് ശേഷം മൃതപ്രായനായ കാളയെയും എല്ലാം വായനക്കാരുടെ മുന്നിൽ നിർത്തിക്കൊണ്ട് ലളിതാംബിക അന്തർജനം ഈ കഥ ഇവിടെ അവസാനിപ്പിക്കുന്നു.
ഈ കഥ വായിക്കുമ്പോൾ തീർച്ചയായും മനുഷ്യത്വം എന്താണെന്നും അതോടൊപ്പം മനുഷ്യൻ മൃഗത്തെ എങ്ങനെ സ്നേഹിക്കുന്നു എന്നും മനസ്സിലാവും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിപ്പിക്കുന്നു.